അപ്പോൾ ഈ പ്രോബ്ലം പറയുന്നത് ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിന് 2 കോമ്പണൻസ് ഉണ്ട്. ഓരോന്നിൻ്റെയും ഫെയിലിയർ റേറ്റ് ലാംഡ ഈക്വൽ ടു 0.1 പെർ അവർ ആണ്. രണ്ടിൻ്റെയും ഫെയിലിയർ റേറ്റ് സെയിം ആണ്, 0.1 പെർ അവർ ആണ്. റിപ്പയർ റേറ്റും എന്താണ് സെയിം ആണ്, 0.2 പെർ അവർ ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് കമ്പയർ അവൈലബിലിറ്റി അറ്റ് 10th hour ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ്. നമ്മൾ 10th hourലുള്ള അവൈലബിലിറ്റിയും കണ്ടുപിടിക്കണം, സ്റ്റഡി സ്റ്റേറ്റിലുള്ള അവൈലബിലിറ്റിയും കണ്ടുപിടിക്കണം. ഏത് ഓരോ യൂണിറ്റിൻ്റെ അല്ല, സീരീസിലായിരിക്കുമ്പോഴും പാരലായിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം 4 സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒന്ന് 10th hourലുള്ള സീരീസിൻ്റെ, പിന്നെ 10th hourൻ്റെ പാരലിൻ്റെ, പിന്നെ സ്റ്റഡി സ്റ്റേറ്റ് സീരീസ്, സ്റ്റഡി സ്റ്റേറ്റ് പാരൽ. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എടുത്തെഴുതാം, ഡേറ്റ എടുത്തെഴുതാം. R ഈക്വൽ ടു 0.2 എന്ന് തന്നിട്ടുണ്ട്, ലാംഡ ഈക്വൽ ടു 0.1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സിംഗിൾ കോമ്പണൻറ്റ് കണ്ടുപിടിക്കാം. ഫോർ സിംഗിൾ കോമ്പണൻറ്റ് നമുക്ക് അവൈലബിലിറ്റി കണ്ടുപിടിച്ചാലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അറ്റ് 10th hourലുള്ള കാൽക്കുലേഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അറ്റ് 10th hourലുള്ള കാൽക്കുലേഷൻ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ 10th hourലുള്ള അറ്റ് ടൈം ടിക്കുള്ള ഫോർമുല എന്തോ അവൈലബിലിറ്റി R/R പ്ലസ് ലാംഡ പ്ലസ് ലാംഡ ബൈ R പ്ലസ് ലാംഡ e⁻R പ്ലസ് ലാംഡ ഇൻറ്റു ടി. അപ്പോൾ ടി എന്താണ്? ടി നമ്മൾ 10 ഇട്ട് കൊടുക്കുന്നു, R നമുക്കുണ്ട്, ലാംഡ നമുക്കുണ്ട്. ഇതിൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.6832 ആയിരിക്കും. 6832 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു യൂണിറ്റിൻ്റെ അവൈലബിലിറ്റി. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ, നമുക്ക് സീരീസിലും ഉള്ളതും കണ്ടുപിടിക്കണം, പാരലും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും എന്താ, A1ഉം A2ഉം ഇതായിരിക്കും. ഒരു 2 കോമ്പണൻസും ഐഡൻറ്റിക്കലാണ്. നമ്മളിപ്പോൾ ചെയ്ത് ഫോർ സിംഗിൾ കോമ്പണൻറ്റുമാണ്. അപ്പോൾ A1ൻ്റെ അവൈലബിലിറ്റി ഇതായിരിക്കും, A2ൻ്റെ അവൈലബിലിറ്റി ഇതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ ആദ്യം ഫോർ സീരീസ് എ സിസ്റ്റം നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പ്രോഡക്റ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ A1 A2 ചെയ്യണം എന്ന് പറഞ്ഞാൽ 0.6832 ഇൻറ്റു 0.6832 ഒരു ആൻസർ കിട്ടും. അതായിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്ന വാല്യൂ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഫോർ പാരൽ, അത് രണ്ടാമത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. പാരൽ എ സിസ്റ്റം വരുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, A1 പ്ലസ് A2 മൈനസ് A1 A2 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് രണ്ടാമത്തെ ആൻസർ കിട്ടും. ഇങ്ങനെ രണ്ടാമത്തെ ആൻസർ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ആ 10th hourലുള്ളത് കഴിഞ്ഞു, പാരൽ കണ്ടല്ലോ, 10th hourലുള്ളത് കഴിഞ്ഞു. ഇനി നമ്മൾ ഫോർ സ്റ്റഡി സ്റ്റേറ്റ്, നമ്മൾ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ്. ഫോർ സ്റ്റഡി സ്റ്റേറ്റ് വരെയാണ്. സ്റ്റഡി സ്റ്റേറ്റിൽ നമ്മളെന്താ, ഓരോ യൂണിറ്റ് കോമ്പണൻറ്റിൻ്റെ അവൈലബിലിറ്റി മാറുമല്ലോ, ഈ സെയിം അവൈലബിലിറ്റി ആയിരിക്കുമല്ലോ സ്റ്റഡി സ്റ്റേറ്റിൽ വേറെ അല്ലേ. അപ്പോൾ ഫോർ സിംഗിൾ കോമ്പണൻറ്റ് എന്നാണ് അവൈലബിലിറ്റി ഈക്വൽ ടു, നമ്മുടെ ഫോർമുല എന്താണ്, R/R പ്ലസ് ലാംഡ, R/R പ്ലസ് ലാംഡയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 0.666 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.666 ആയിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ സീരീസിലും കണ്ടുപിടിക്കണം, പാരലിലും കണ്ടുപിടിക്കണം. ഫോർ സീരീസ് അറേഞ്ച്മെൻറ്റ് അവൈലബിലിറ്റി ഓഫ് സിസ്റ്റം എന്തായിരിക്കും, ഇവിടെ A1 ഈക്വൽ ടു A2 അല്ല, A1 ഇൻറ്റു A2 എന്ന് പറഞ്ഞാൽ 0.666 ഇൻറ്റു 0.666 ആയിരിക്കും. നമുക്കൊരു ആൻസർ കിട്ടും. ഫോർ പാരലൽ എന്ന് വരുമ്പോൾ എന്താ, എ സിസ്റ്റം നമ്മൾ നേരത്തെ പോലെ തന്നെ A1 പ്ലസ് A2 മൈനസ് A1 A2 ഇട്ട് കൊടുക്കണം. നമുക്കപ്പോൾ ഒരു ആൻസർ കിട്ടും.